ഇവിടെ ഈ നാട്ടുകാരാണോ നിങ്ങൾ? ഇവിടുത്തെ ചേട്ടൻ്റെ അനിയത്തിയാണ് ഞാൻ. ഈ ബിജു ചേട്ടൻ്റെ അനിയത്തിയാണ് ഞാൻ. പേരെന്താണ്? എൻ്റെ പേര് അഞ്ജു. എവിടെയാണ് താമസിക്കുന്നത്? എൻ്റെ വീട് ഇതേ കാണുന്നത്, ഇത് കണ്ടോ? അത് ഞങ്ങൾ ഇവിടെ ചേട്ടനും അനിയനും അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ഒരു 9:30, ഒരു 9:40ക്കും 10നും ഒരു ഇടയ്ക്കുള്ളൊരു സമയം, 9:40 ആ ഒരു സമയത്തായിരുന്നു സംഭവിച്ചത്. നിങ്ങളുടെ സഹോദരൻ താമസിച്ചിരുന്നത് എവിടെ? വീട് യഥാർത്ഥത്തിൽ ഏത് ഭാഗത്താണ്? ഇവിടെയാണോ അതോ മുകളിലായിരുന്നു? ഇത് പയറുചെടി ഒക്കെ നട്ടു വളർത്തിയിരുന്നത് ഇവിടെ തന്നെയായിരുന്നു. നമ്മുടെ വീട് ഇവിടെ തന്നെയായിരുന്നു ഇരുന്നത്. ഇവിടെ തന്നെയായിരുന്നു. മേളിൽ കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. ഇല്ല, നമ്മുടെ വീട് ഇവിടെ തന്നെയായിരുന്നു ഇരുന്നത്. ഈ മണ്ണ് വന്നും കല്ലും വന്ന് ചാടി വീട് ഇരുന്ന് പോവുകയാണ് ചെയ്തത്. മണ്ണും കല്ലും വന്ന് ചാടി വീടിൻ്റെ മേലേക്ക് വീട് ഇരുന്ന് പോവുക ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു സമയമായപ്പോൾ ഭയങ്കരമായിട്ടൊരു പൊട്ടുന്ന ഒരു സൗണ്ടോ എന്തോ ഒരു ഭയങ്കര സൗണ്ട് കേട്ടു. ഓടി വരുമ്പം ഇലക്ട്രിക് ലൈനൊക്കെ പൊട്ടി കിടക്കുമായിരുന്നു. ഇലക്ട്രിക് ലൈൻ പൊട്ടിയിട്ട് നമുക്ക് കണ്ണ് കാണാൻ പറ്റായിരുന്നു. നമ്മൾ മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് വരുമ്പോൾ ഒരു പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അങ്ങോട്ട് മാറിയായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് വന്നതാ. അപ്പോൾ ഞങ്ങൾ 2 പ്രാവശ്യം വിളിച്ചു, വാ ഇവിടെ താമസിക്കണ്ട, ഇവിടുന്ന് എല്ലാവരും മാറിയേക്കുക. ആ വീട്ടുകാരെയൊക്കെ ഞങ്ങൾ ഫോൺ വിളിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അവരൊക്കെ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറിയെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ നല്ല വിള്ളലുണ്ടായിരുന്നു. അപ്പം NH അവിടെ തന്നെ ഉണ്ടായിരുന്നു തോന്നുന്നു. NHകാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു, സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. JCB എല്ലാ കാര്യങ്ങളും. മിനിഞ്ഞാന്ന് നൈറ്റ് ഫുൾ അത് ഇടിച്ചിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഇത്രയും വലിയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇത്രയും വലിയ ലാൻഡ് സ്ലൈഡ് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതാണ് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു വീടിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ ഇടിഞ്ഞു കിടക്കുന്നത്. എന്നിട്ട് എൻ്റെ ചേച്ചിയുടെ നല്ല കരച്ചിൽ കേൾക്കായിരുന്നു, അയ്യോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് അയ്യോ എന്ന് കരയുമ്പോൾ അവിടെ NHൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോളാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാനിവിടുന്ന് പോയൊന്നുമില്ല. 100-ലും 112-ലൊക്കെ വിളിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ NDRFും എല്ലാം വന്നു. സന്ധ്യയുടെ കരച്ചിലാണോ ഉച്ചത്തിൽ കേട്ടത്? ചേച്ചിയുടെ കരച്ചിൽ കേട്ടായിരുന്നു. ഞങ്ങൾ അതുവഴി പോയിട്ട് ചേച്ചിയുടെ കയ്യെ പിടിച്ചായിരുന്നു ചേട്ടൻ, എൻ്റെ ഹസ്ബൻഡ്, അതായത് ചേട്ടൻ്റെ അനിയൻ കയ്യെ പിടിച്ചായിരുന്നു. ചേച്ചിയുടെ കയ്യെ പിടിച്ചായിരുന്നു. ചേച്ചിയുടെ കരച്ചിൽ കേൾക്കുന്നതനുസരിച്ച് ഞാനിവിടുന്ന് ശരിക്കും ലൗഡായിട്ട് അലറിയത്. ഞങ്ങളൊന്ന് സഹായിക്കാൻ അപ്പോൾ ആരെ വിളിച്ചാൽ വരാൻ ആ വീട്ടുകാർ മാറിപ്പോയി, എൻ്റെ മേളിലെ വീട്ടുകാർ മാറിപ്പോയി. അപ്പോൾ ആരൊക്കെയോ എവിടുന്നോ ഓടി വന്നു. പിന്നെ ഞങ്ങളുടെ സ്വന്തക്കാരെല്ലാവരെയും വിളിച്ചായിരുന്നു. ആദ്യം ഈ ബിജുവിന് ജീവൻ ഉണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം എന്തെങ്കിലും കേട്ടു? ശബ്ദം ഒന്നും കേട്ടില്ലായിരുന്നു. നമ്മൾ ഹസ്ബൻഡ് കണ്ടു എന്ന് പറഞ്ഞു, പക്ഷെ എന്നോടത് തുറന്നു പറഞ്ഞില്ല. അങ്ങനെ നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഇത്രയും വലിയൊരു ലാൻഡ് സ്ലൈഡ് പ്രതീക്ഷിക്കുന്നില്ല. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വിറയിൽ മാറിയിട്ടില്ല ഇതുവരെ നമുക്ക്. അതായിരുന്നു നോക്കാൻ വേണ്ടി വന്നത്. രാത്രിക്ക് കണ്ണുപോലും കാണത്തില്ല. ഈ ഒരു മൊബൈൽ വിളിച്ചത്തില്ലേ നമ്മൾ വന്നത്. ഇവിടെ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് അങ്ങനെ അലറി കരഞ്ഞത്. അപ്പോൾ അവിടുന്ന് ആരൊക്കെയോ ആ പൊസിഷനിൽ നിന്ന് ഓടി വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഫയർഫോഴ്സ് NDRF ഒക്കെ വന്നത്. നിങ്ങൾ ഈ ഭാഗത്തുള്ള എല്ലാവരോടും എന്നാ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞത്? മിനിഞ്ഞാന്ന് വൈകിട്ടാന്ന് തോന്നുന്നു. അപ്പം ചേട്ടൻ വീട്ടിൽ വന്ന് പറഞ്ഞായിരുന്നു, ഇവരുടെ ഈ വീടിനും എന്തൊക്കെയോ സുരക്ഷാക്കുറവുണ്ടെന്ന് പറഞ്ഞായിരുന്നു. വീട്ടിൽ വന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞായിരുന്നു, ഇവിടെ നിൽക്കുന്ന അത്ര നല്ലതല്ല. ഞങ്ങളിതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. പിന്നെ ഞങ്ങളുടെ വഴിയൊക്കെ ഞങ്ങളുടെ വഴിയൊക്കെ. അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് എപ്പോഴും പറയും, ആ വഴി നമ്മൾ ഉപയോഗിക്കുമ്പോൾ പേടിക്കണം, കാരണം ഇടിഞ്ഞു പോരാൻ ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കുള്ള പ്രധാന വഴി തന്നെ അടഞ്ഞുപോയി. മൊത്തം വഴി ഓൾറെഡി അടച്ചേക്കുമായിരുന്നു. വഴിപണി വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി മുഴുവൻ അടഞ്ഞേക്കുമായിരുന്നു. കാല് വയ്യാത്ത അമ്മയുണ്ട് വീട്ടിൽ, ഷുഗറാ, ഒട്ടും കാല് വയ്യത്തില്ല. അമ്മേനെയും കൊണ്ട് അതുവഴി പതുക്കെ എടുത്തുകൊണ്ട് പുറകെയാണ് നമ്മൾ പോകുന്നത്. അതുവഴി എന്ന് പറഞ്ഞാൽ അതുവഴി പോക്കും ദുഷ്കരമാണ്. നമ്മൾ ഇതുവഴി അമ്മേനെയും കൊണ്ട് വണ്ടിക്കൊക്കെ പോകാനേ പറ്റത്തുള്ളൂ, പോയിക്കൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിൽ വഴിയില്ല. ഇപ്പോൾ ഇവർക്ക് വരാൻ തന്നെ വഴിയില്ല. ഒരു JCB ഇറങ്ങി വരാൻ തന്നെ വഴിയില്ല. രക്ഷാപ്രവർത്തനത്തിന് പോലും വഴിയില്ലാത്തൊരവസ്ഥയായിരുന്നു ഇവിടെ. ഒരു മുൻകരുതലും എടുത്തിരുന്നില്ല എന്നുള്ളതല്ലേ? വീട്ടിൽ ഷൈജു എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവർ മാറിയായിരുന്നു. വൈഫിന്റെ ഇവിടെ എത്ര വീടിപ്പോ നിങ്ങൾ ഈ നേരം പുലർന്നിരിക്കാൻ എത്ര വീടുകൾ പോയിട്ടുണ്ട്? നോക്കിയിട്ടില്ല കേട്ടോ, ആ ഭാഗത്തോട്ട് നോക്കിയിട്ടില്ല. ഈ വീട് പോകുന്നു നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. എന്നുവെച്ചാൽ അവിടെ നിന്ന് മാന്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ട് എന്തോ കല്ലൊക്കെ ചെന്ന് എന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ടായെന്ന് കേട്ടായിരുന്നു അവരുടെ വീട്ടിലേക്ക്. പിന്നെ അവർക്കത് പൊളിക്കാൻ നോട്ടീസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഇഷ്യൂ ഒക്കെ കേട്ടായിരുന്നു, നമ്മൾ പറഞ്ഞ് കേട്ടായിരുന്നു.
അങ്ങനെ ഇരിക്കുന്നു. അവർ അവിടുന്ന് മാറി, എല്ലാവരോടും മാറാൻ പറഞ്ഞ് താഴത്തെ വീട്ടിലെ മണ്ണിടിഞ്ഞത് താഴത്തെ വീട്ടിലേക്ക് വന്നിട്ട് ആ ചേച്ചിയൊക്കെ മാറി. അവരെ ഞങ്ങൾ വിളിച്ചായിരുന്നു. ഒരു ഹസ്ബൻഡ് ഒരു 9 മണി ഇപ്പം ആ സമയത്താണ് വന്നത്. അപ്പം ഞങ്ങൾ വിളിച്ചായിരുന്നു, അവരെയൊക്കെ വിളിച്ചായിരുന്നു. നിങ്ങൾ മാറിയോ, ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചായിരുന്നു. അപ്പം അവരൊക്കെ മാറി. ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു ഡ്രോണിൽ പകർത്തിയ വീഡിയോ. ആ വീഡിയോ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പുറം വീട്ടിൽ. അതായത് ഈ പൊളിഞ്ഞു പോന്നേക്കുന്നതിൻ്റെ ഇത്രയും പൊളിഞ്ഞു പോന്നേക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വീഡിയോ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നത്. അപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. നമ്മളും പ്രതീക്ഷിക്കുന്നില്ല. അവർ വന്നു ഒരു അവിടുന്ന് ഇങ്ങോട്ട് പോന്നു ഒരു 20 മിനിറ്റ് ആയിട്ടില്ല. അതിനിപ്പോൾ ഒരു ഭയങ്കര എന്തോ ഇങ്ങനെ മൊത്തത്തിൽ ഇടിഞ്ഞു പോകുന്ന ഭയങ്കര ശബ്ദം. ഇങ്ങനെ നിരങ്ങിയൊന്നും നീങ്ങുമല്ല ചെയ്തത്, മൊത്തത്തിൽ അങ്ങ് ഡൗൺ ആയിട്ടങ്ങ് വീഴുക ചെയ്ത്. അതായത് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോയി ഒരു 20 മിനിറ്റിനകം ഈ അപകടം സംഭവിച്ചു. 20 മിനിറ്റ് ആയിട്ടില്ല. അതുപോലെയായിരുന്നു. ആകെ ഞങ്ങളും ഇതിൻ്റെ ഒന്നും ടെൻഷനൊന്നും മാറിയിട്ടില്ല. നമ്മളും പ്രതീക്ഷിക്കുന്നില്ല. അവിടുന്ന് ചിരിച്ചിറങ്ങി പോന്നതാ ഇങ്ങോട്ട് ചേട്ടനും ചേച്ചിയും.